കീഴിലം സ്കൂളിലെ റാഗിംഗ് ചെറുത്ത വിദ്യാർത്ഥിയെ ആക്രമിച്ച വിദ്യാർത്ഥികളെ സംരക്ഷിച്ച സ്കൂൾ അധികൃതർ. സംഭവം നടന്ന് ഒരാഴ്ചയായിട്ടും അക്രമികൾക്കെതിരെ നടപടിയെടുത്തിട്ടില്ല. സ്കൂൾ അധികൃതർ സംഭവം നിസ്സാരവൽക്കരിക്കുകയാണെന്നും ഇരയായ വിദ്യാർത്ഥിയുടെ അമ്മ വ്യക്തമാക്കി. സ്കൂളിനെതിരെ പ്രതിഷേധം ശക്തമാണ്. കഴിഞ്ഞ വ്യാഴാഴ്ചയാണ് കീഴിലം സെന്റ് തോമസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ശുചിമുറിയിൽ വെച്ച് 20ഓളം +2 വിദ്യാർത്ഥികൾ +1 വിദ്യാർത്ഥിയെ മർദ്ദിച്ച് അവശനാക്കിയത്. റാഗിംഗ് ചെറുത്തതിനുള്ള പ്രതികാരമായായിരുന്നു കൂട്ടമർദ്ദനം. സ്വകാര്യ ഭാഗങ്ങളിലും വിദ്യാർത്ഥികൾ പരിക്കേൽപ്പിച്ചു. വസ്ത്രങ്ങൾ അഴിച്ചുമാറ്റി പ്രകൃതിവിരുദ്ധ പീഡനത്തിനും പ്രേരിപ്പിച്ചെന്ന് പരാതിയിൽ പറയുന്നു. സംഭവം നടന്ന് ഒരാഴ്ചയായിട്ടും അക്രമികളായ വിദ്യാർത്ഥികൾക്കെതിരെ യാതൊരു നടപടിയും സ്കൂൾ അധികൃതർ സ്വീകരിച്ചിട്ടില്ല. അതിക്രമം സംബന്ധിച്ച് തിരക്കിയപ്പോൾ സ്കൂൾ അധികൃതർ നിസ്സാരമായി പെരുമാറുകയായിരുന്നുവെന്ന് ഇരയായ വിദ്യാർത്ഥിയുടെ അമ്മ ആരോപിച്ചു. അധ്യാപകർ അറിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞു. ഇവിടെ റാഗിങ് നടക്കുന്ന കാര്യം അറിഞ്ഞിട്ടില്ല. ഞാൻ പ്രിൻസിപ്പലിനെ വീട്ടിൽ വിളിച്ചപ്പോൾ അവിടെ ക്രൗഡ് ഉണ്ടായിരുന്നു. അവിടെ എന്താ സംഭവിച്ചതെന്ന് അവർക്ക് അറിഞ്ഞുകൂടാ. കൊച്ചിനെ മർദ്ദിച്ചതായിട്ട് അവർക്ക് അറിയില്ല എന്ന് പറയുന്നത്. CCTV ക്യാമറ പരിശോധിച്ചറിയാം. ഞാൻ ഇന്നലെ സ്കൂളിൽ പോയിട്ടുണ്ടായിരുന്നു. CCTV ക്യാമറയിൽ ഇതെല്ലാം വ്യക്തമായിട്ട് അറിയാതെ. വിദ്യാർത്ഥികളെ സംരക്ഷിക്കുന്ന സ്കൂളിനെതിരെ പ്രതിഷേധം ശക്തമായി. നാട്ടുകാരും ജനപ്രതിനിധികളും കീഴിലം സെന്റ് തോമസ് സ്കൂളിലേക്ക് പ്രതിഷേധവുമായി എത്തി. പ്രിൻസിപ്പലും മാനേജരുമായി ഇവർ ചർച്ച നടത്തി. വാക്കേറ്റമായതോടെ കുറുപ്പമ്പടി പോലീസും സ്ഥലത്തെത്തി. വിഷയത്തിൽ സ്കൂൾ അധികൃതർ പോലീസിൽ പരാതി നൽകണമെന്നും മർദ്ദിച്ചവരെ സസ്പെൻഡ് ചെയ്യണമെന്നും പ്രതിഷേധക്കാർ ആവശ്യപ്പെട്ടു. ഒരാഴ്ചയ്ക്കുള്ളിൽ ആന്റി റാഗിംഗ് സെൽ രൂപീകരിച്ച് റിപ്പോർട്ട് പോലീസിന് കൈമാറാമെന്ന സ്കൂൾ അധികൃതരുടെ ഉറപ്പിന്മേലാണ് പ്രതിഷേധം അവസാനിപ്പിച്ചത്. ഈ ക്യാമ്പസിൽ നിന്ന് ഒരു പരാതി റിട്ടേൺ ആയിട്ട് പോലീസിന് കൈമാറണം. അതോടൊപ്പം തന്നെ ഈ വിദ്യാർത്ഥികളെ സസ്പെൻഡ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ സ്കൂൾ മുന്നോട്ട് പോകുന്നതാണ് ഞങ്ങളുടെ ആവശ്യം. അത് ഞങ്ങൾ വ്യക്തവും കൃത്യമായി ഇവിടുത്തെ പ്രിൻസിപ്പളിനെ അറിയിച്ചിട്ടുണ്ട്. ആന്റി റാഗിംഗ് സെല്ല് രൂപീകരിക്കുകയും ഇന്ന് തൊട്ട് 7 വർക്കിംഗ് ഡേയ്സിന്റെ ഉള്ളിൽ അവർ ആ റിപ്പോർട്ട് കൈമാറാൻ കുറുപ്പമ്പടി പോലീസ് സ്റ്റേഷനിലേക്ക് ആ റിപ്പോർട്ട് കൈമാറാമെന്നുള്ളതാണ് ഞങ്ങളുമായിട്ടുണ്ടാക്കിയ ഒരു ധാരണ. കേസ് രജിസ്റ്റർ ചെയ്ത് വിദ്യാർത്ഥിയുടെ മൊഴിയെടുത്ത പോലീസ് ജുവനൈൽ ജസ്റ്റിസ് ബോർഡിന് റിപ്പോർട്ട് നൽകിയിട്ടുണ്ട്. ജനം, കൊച്ചി.